Hello everyone. So today we are going to learn about a new poem that is The Old Playhouse, which is written by Kamala Das. നമ്മൾ കമല സുരയ്യ, മാധവിക്കുട്ടി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പോയറ്റ് കമല സുരയ്യ എഴുതിയിട്ടുള്ള ദ ഓൾഡ് പ്ലേ ഹൗസ് എന്ന പോയറ്റിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. സോ ആസ് യൂഷ്വൽ നമ്മൾ എന്ന് നോക്കുന്ന പോലെ തന്നെ നമുക്ക് പോയറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. So Kamala Das, one of India's most famous poets and writers, known for her bold, honest and deeply personal style of writing. She was born on 31st March 1934 in Punnayurkulam, Kerala, into a literary family. Okay, her father V.N. Nair was a journalist and her mother Balamani Amma. നമുക്ക് എല്ലാവർക്കും അറിയാം ബാലാമണി അമ്മയെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാവും. Was a very famous poet. Was a renowned Malayalam poet. Growing in such an environment inspired her love for literature from an early age. സോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയറ്റാണ് കമല സുരയ്യ, ഹു ഇസ് ഓൾസോ നോൺ ആസ് കമല ദാസ്, മാധവിക്കുട്ടി എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള പോയറ്റ് ആയിട്ടുണ്ട് കമല ദാസ്. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പോയറ്റ്സിൽ പെട്ട ഒരാളാണ് കമല ദാസ്. ആൻഡ് ഷി വാസ് നോൺ ഫോർ ഹർ ബോൾഡ്, ഓണസ്റ്റ് ആൻഡ് ഡീപ്ലി പേഴ്സണൽ സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് ആയിരുന്നു അവർ യൂസ് ചെയ്തിട്ടുള്ളത്. വളരെ ബോൾഡ് ആയിട്ടുള്ള, വളരെ ഓണസ്റ്റ് ആയിട്ടുള്ള പോയംസ് ആണ് അവർ എഴുതിയിട്ടുള്ളത്. ആൻഡ് ഷി വാസ് ബോൺ ഓൺ 31st മാർച്ച് 31, 1934 പുന്നയൂർക്കുളം എന്ന സ്ഥലത്ത്, കേരളത്തിലെ പുന്നയൂർക്കുളം എന്ന സ്ഥലത്താണ് അവർ ജനിച്ചിട്ടുള്ളത്. ആൻഡ് അവരെന്ന് പറയുന്നത് ഒരു സാഹിത്യപരമായിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നതാണ്. അച്ഛനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. അച്ഛൻ്റെ പേര് V.M. നായർ എന്നാണ്. അതേപോലെ അമ്മ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കവിതയാണ്, അതായത് അവരുടെ പേര് ബാലാമണി അമ്മ എന്നാണ്. അപ്പം ഇങ്ങനെ ഒരു റിനോൺഡ് ലിറ്റററി ഫാമിലി ആയതുകൊണ്ട് തന്നെ അവർ ചെറുപ്പത്തിലെ അങ്ങനെ വളർന്നു വന്ന ആ ഒരു എൻവിയോൺമെന്റിൽ വളർന്നു വന്നതുകൊണ്ട് അവർക്ക് സാഹിത്യപരമായിട്ടുള്ള നല്ല കഴിവുകൾ ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. കമല ദാസ് wrote in both English and Malayalam. In Malayalam, she wrote under the pen name Madhavikutty. She became famous for expressing women's emotion, desires, loneliness, identity, love, marriage, and freedom with great honesty. At a time when women were expected to remain silent about her personal feelings, Kamala Das fearlessly wrote about her own experiences. So, പണ്ട് കാലങ്ങളിൽ നമുക്കറിയാം, ഈ സ്ത്രീകളെന്ന് പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ വീടിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിരിക്കുന്ന ആളുകളാണ്. അവർക്ക് അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനോ കഴിവുകൾ എക്സ്പ്രസ് ചെയ്യാനോ ഒന്നും അവർക്ക് യോഗ്യത ഉണ്ടായിരുന്നില്ല. കാരണം മെയിൽ ഡോമിനൻസ് ആയിരുന്നു പണ്ടുണ്ടായിരുന്നത്. കെട്ടിയ ആണുങ്ങളുടെ കീഴിൽ ജീവിക്കണം എന്നുള്ള ഒരു നിയമത്തിലായിരുന്നു പണ്ട് ഒരുപാട് കാലം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആ സമയത്ത് കമല സുരയ്യ അവരുടെ ഫീലിങ്സ് ഒട്ടും ഭയപ്പെടാതെ തന്നെ ഓപ്പൺ ആയിട്ട് അവരുടെ പോയത്തിലൂടെ അവർ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കമല ദാസ് ഇംഗ്ലീഷിലും മലയാളത്തിലും പോയംസ് എഴുതിയിട്ടുണ്ട്. മലയാളത്തിൽ എഴുതിയിട്ടുള്ള പോയംസിൽ അവർ അതായത് മാധവിക്കുട്ടി എന്ന തൂലികാ നാമത്തിലാണ് അവരവരുടെ പോയംസ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഷി ബിക്കേം വെരി ഫേമസ് ഫോർ എക്സ്പ്രസിങ് വുമൻസ് ഇമോഷൻസ്. സ്ത്രീകളുടെ ഇമോഷൻസും അതേപോലെ തന്നെ അവരുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഒറ്റപ്പെടലുകൾ, അവരുടെ ഐഡൻറ്റിറ്റി, പ്രണയം, മാരേജ്, കല്യാണം, അതേപോലെ തന്നെ ഫ്രീഡം വിത്ത് ഗ്രേറ്റ് ഓണസ്റ്റി, അവരുടെ സ്വാതന്ത്ര്യം, ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ തുറന്നു കാട്ടിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പോയറ്റാണ് ആര്, നമ്മുടെ കമല സുരയ്യ എന്ന് പറയുന്നത്. അപ്പം വുമൻസിന്റെ ഫ്രീഡത്തിനെ കുറിച്ചും ലവിനെ കുറിച്ചും മാരേജിനെ കുറിച്ചും ലോൺലിനെസ്സിനെ കുറിച്ചും ഡിസയേഴ്സിനെ കുറിച്ചും ഒക്കെ വളരെ ഓപ്പൺ ആയിട്ട് ഒട്ടും മടിയില്ലാതെ ആരെയും ഭയക്കാതെ അവരുടെ പോയത്തിലൂടെ ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദസ് ഷീ ഈസ് റിഗാർഡഡ് ആസ് വൺ ഓഫ് ദ പയനീഴ്സ് ഓഫ് ഇന്ത്യൻ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ. സോ ഇന്ത്യൻ ഫെമിനിസ്റ്റ് ലിറ്ററേച്ചറിലെ ഒരു പയനീർ ആയിട്ട് കൺസിഡർ ചെയ്യപ്പെട്ടത് ഈ ഒരു സ്റ്റൈൽ ഓഫ് റൈറ്റിംഗ് കൊണ്ടായിരുന്നു. ഓക്കെ, പിന്നെ her poems are simple in language but powerful in meaning. അവരുടെ പോയംസ് എന്ന് പറയുന്നത് ലാംഗ്വേജ് നമ്മൾ വായിക്കുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ
അവരുടെ മീനിങ്സ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള മീനിങ്സ് ആയിരുന്നു അവരുടെ പോയത്തിലെല്ലാം ഉണ്ടായിരുന്നത്. ദി often deal with themes such as love, betrayal, oppression of women, emotional pain, self-discovery and the search of freedom. So അവരെപ്പോഴും അവരുടെ പോയത്തിൽ ഡീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പ്രണയം, ചതി, അതേപോലെ തന്നെ ഒപ്രഷൻ, സ്ത്രീകളെ അടിച്ചമർത്തുന്നതിനെ കുറിച്ച്, അവരുടെ ഇമോഷണൽ പെയിൻസിനെ കുറിച്ച്, അവരുടെ സെൽഫ് ഡിസ്കവറിയെ കുറിച്ച് ആൻഡ് ഓൾസോ സെർച്ച് ഓഫ് ഫ്രീഡം, അവരുടെ സ്വാതന്ത്ര്യത്തിനെ കുറിച്ച് ഒക്കെയാണ് ഇവരെപ്പോഴും ഇവരുടെ പോയത്തിലൂടെ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. She believed that the poetry should express true emotions rather than follow strict literary rule. അപ്പൊ അവരെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് എന്താണ്? ഒരു കവിത എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലുള്ള ഇമോഷൻസ് ആണ് തുറന്ന് കാണിക്കേണ്ടത്. അല്ലാതെ ഈ ഒരു സാഹിത്യപരമായ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസ് ഒക്കെ ഫോളോ ചെയ്തിട്ട് അവനവൻ്റെ ഉള്ളിലുള്ള ഇമോഷൻസ് അല്ലെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാതെ വെറുതെ റൂൾ ഫോളോ ചെയ്തിട്ട് പോയംസ് എഴുതിയിട്ട് കാര്യമില്ല എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? കമലാദാസ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ നന്നായിട്ട് ഇവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് എന്തൊക്കെയാണോ അതൊക്കെ നന്നായിട്ട് ഓപ്പൺ ആയിട്ട് എക്സ്പ്രസ് ചെയ്തുകൊണ്ടാണ് അവരുടെ പോയംസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. Her writing style is confessional, meaning she openly shared her personal thought and feelings. So അവരെ കൺഫെഷണൽ പോയറ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് അങ്ങനെയാണ് അവരെ അറിയപ്പെട്ടത് തന്നെ, കൺഫെഷണൽ പോയറ്റ് എന്ന്. എന്തുകൊണ്ടാണ്? ഷീ ഓപ്പൺലി ഷെയർഡ് ഹർ പേഴ്സണൽ തോട്ട്സ് ആൻഡ് ഫീലിംഗ്. അവരുടെ ജീവിതത്തിലെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവർ തുറന്ന് കാട്ടിക്കൊണ്ടാണ് അവർ പോയംസ് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അവരെ കൺഫെഷണൽ പോയറ്റ് എന്ന് വിളിച്ചിട്ടുള്ളത്.